എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും ബന്ധങ്ങളെന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എല്ലാ ബന്ധങ്ങളും നമ്മെ വളർത്തുന്നുണ്ടോ? ഇല്ല. ചില ബന്ധങ്ങളാണെങ്കിൽ നമ്മെ തളർത്തിക്കൊണ്ടേയിരിക്കും. മനസ്സിനെയും ആത്മവിശ്വാസത്തെയും ഒരു വിഷം പോലെ തിന്നുകളയും. അതിനെയാണ് ടോക്സിക് റിലേഷൻ എന്ന് പറയുന്നത്. ചില ബന്ധങ്ങൾ നമുക്ക് ചിരിയും സമാധാനവും ഒക്കെ നൽകും. പക്ഷേ ചില ബന്ധങ്ങൾ നമ്മളെ നിശബ്ദമായി തകർത്തുകൊണ്ടേയിരിക്കും. നമ്മുടെ സന്തോഷം പോലും മറ്റൊരാളുടെ മനോഭാവം നോക്കി തീരുമാനിക്കേണ്ടി വരുന്നുണ്ടോ? നമ്മൾ ചിരിച്ചാൽ അവർക്കത് പ്രശ്നം, നമ്മൾ വിജയിച്ചാൽ അവർക്കത് അസൂയ, അവർ നശിച്ചാലും കുറ്റം നമുക്കാണ്. ഇങ്ങനെ നമ്മളെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലേ? നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നീ എപ്പോഴും എനിക്കെതിരാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നവരുണ്ട്. അപ്പം നമ്മളൊരു ടോക്സിക്കായിട്ടുള്ളൊരു ബന്ധത്തിലാണെങ്കിൽ എല്ലായ്പ്പോഴും നമുക്ക് കുറ്റബോധം തോന്നിക്കൊണ്ടേയിരിക്കും. നമ്മുടെ സന്തോഷം ഒന്നുകിൽ അവൻ അല്ലെങ്കിൽ അവൾ നിയന്ത്രിച്ചുകൊണ്ടേയിരിക്കും. ഇഷ്ടം പറയുമ്പോൾ കുറ്റം പറയും, അഭിപ്രായം പറഞ്ഞാൽ തള്ളിക്കളയും. അവർ നഷ്ടപ്പെടുമോ എന്ന് നമുക്ക് ഭയം തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് നമ്മെ തന്നെയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ടോക്സിക് റിലേഷൻ എന്ന് പറയുന്നത് പ്രണയത്തിൽ മാത്രമല്ല, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, കുടുംബത്ത്, ജോലിസ്ഥലത്ത് ഒക്കെ ഉണ്ടാകാം. ഈ സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് വേദനയോ നിയന്ത്രണമോ ഒന്നും ആയിരിക്കരുത്. അത് നമുക്ക് ഫ്രീഡം ഉണ്ടാകണം. അതുകൊണ്ട് ആവശ്യമെങ്കിൽ ഇല്ല എന്ന് പറയാൻ നമ്മൾ ഭയപ്പെടേണ്ടുന്ന ഒരു കാര്യവുമില്ല. ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പിൽ ഒരിക്കലും ഭയമുണ്ടാകേണ്ട കാര്യമില്ല. പക്ഷേ ടോക്സിക്കായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എപ്പോഴും ഭയമാണ്. അവർ കോപിക്കുമോ, പോകുമോ, മറ്റാരെങ്കിലും കണ്ടെത്തുമോ എന്ന ഭയം. അപ്പോൾ അവർ പറയുന്ന പോലെ ജീവിക്കാനായിട്ട് നമ്മൾ തുടങ്ങും. അപ്പം നമ്മുടെ ലോകം എന്ന് പറയുന്നത് അവരിൽ മാത്രമായിട്ട് ഒതുങ്ങിയിരിക്കുകയാണ്. അത് നമ്മളെ ചെറിയവനാക്കും. പക്ഷേ നമ്മൾ ഒരു കാര്യം ഓർക്കണം, നമ്മെ കുറച്ച് കാണുന്നവരെ നിലനിർത്താൻ ജീവിതം ചെലവാക്കേണ്ടുന്ന ഒരു കാര്യവുമില്ല. ഇപ്പോൾ ഒരു ബന്ധം നമുക്ക് സമാധാനം തരുന്നില്ലെങ്കിൽ അത് സ്നേഹമല്ല, അത് പീഡനമാണ്. പ്രീതി ഉണ്ടാകേണ്ടത് നമുക്ക് സന്തോഷം നൽകുന്നവരോടാണ്, സന്തോഷം നശിപ്പിക്കുന്നവരോടല്ല. നമ്മളവരെ വിട്ട് കളയുന്നത് ദുർബലതയൊന്നുമല്ല, അത് നമ്മുടെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ ആദ്യ ചുവട് തന്നെയാണ്. അപ്പോൾ ഓരോ വിടവാങ്ങലിനും പിന്നിലൊരു പുതിയൊരു ജീവിതമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഇപ്പോൾ ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് മറ്റൊരാളെ വെറുക്കുന്ന ഒരു കാര്യമല്ല. അപ്പം നമ്മൾ സ്വയം സ്നേഹിക്കുന്നതിൻ്റെ ഒരു അടയാളമാണ്. ഈ ജീവിതം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. നമുക്ക് സ്നേഹം, പ്രേമം, ബഹുമാനം, മനസ്സിലാക്കൽ ഇവയെല്ലാം വേണം. ഇതെല്ലാം ലഭിക്കാൻ നമ്മൾ അർഹരാണ്. നമുക്ക് ടോക്സിക്കായവരെ നമ്മൾ വിട്ട് കളഞ്ഞേക്ക്. നമുക്ക് വളർച്ചയായവരെ നാം മുറുകെ പിടിച്ചിരിക്കണം. ഇപ്പോൾ ഈ ടോക്സിക് റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരു സമയത്ത് നമ്മൾ തിരിച്ചറിയും നമുക്ക് ആ പഴയ നമ്മളെ നഷ്ടപ്പെട്ടു പോയി എന്ന്. നമ്മുടെ ചിരി, സ്വപ്നങ്ങൾ, കോൺഫിഡൻസ് എല്ലാം പോയി. ആ സമയം നമ്മളൊരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കണം, ഈ ബന്ധം എനിക്ക് സന്തോഷം തരുന്നുണ്ടോ, അത് മനസ്സിനെ തളർത്തുന്നുണ്ടോ എന്ന്. ഉത്തരം എന്താണെന്ന് നിങ്ങളൊന്ന് സ്വയം വിശകലനം ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് മനസ്സിലാകും പോകേണ്ട സമയമാണോ, നിലകൊള്ളേണ്ട സമയമാണോ എന്ന്. അപ്പം ജീവിതം മനോഹരമായി കൊണ്ടുപോകേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമുക്ക് തന്നെയാണ്. അവരങ്ങനെ ആയി എന്ന് കരുതിയിട്ട് നമ്മളും അങ്ങനെ ആകണമെന്നുണ്ടോ? ഇല്ല. നമ്മൾ വേറൊരാൾക്ക് വേണ്ടിയിട്ട് ജീവിതം ഹോമിക്കേണ്ടുന്ന ഒരു കാര്യമില്ല. അവരവരുടെ ഉള്ളിൽ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എന്തോ നെഗറ്റിവിറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കഴിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടല്ലേ, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക്. അപ്പം നമുക്ക് നമ്മുടെ കൂടെ ഉള്ളവരെ ചേർത്ത് പിടിച്ച് തന്നെ മുന്നോട്ട് പോകാം.
വിട്ട് കളയുക എന്ന് പറയുമ്പോൾ അവരെ അങ്ങ് ഒഴിവാക്കി പോകുക എന്നല്ല, അവരെ ചേർത്ത് പിടിച്ച് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷെ നമ്മുടെ ജീവിതത്തിലൊരു പാരയായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവും നമുക്കുണ്ടായിരിക്കണം. പിന്നെ ടോക്സിക് റിലേഷൻഷിപ്പ് തിരിച്ചറിയാനും അതിൽ നിന്ന് മാറി നിൽക്കാനും ധൈര്യവും മനസ്സിലാക്കലും ആവശ്യമാണ്. പരസ്പരം കേൾക്കാനും മനസ്സിലാക്കാനും നമ്മളൊന്ന് ശ്രമിച്ചു നോക്കൂ. സമാധാനവും മാനസിക ആരോഗ്യവും കാത്തു സൂക്ഷിക്കുന്നതാണല്ലോ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.